ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ചിക്കൻ ഇതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പുരട്ടി വെച്ചാണ്. പിന്നെ ബിരിയാണി റൈസ് കുതിർത്ത് വെച്ചത്, പിന്നെ ഇതാ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ തക്കാളി, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, മല്ലിയില, പിന്നെ പട്ട, ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ ഏലക്കായ, കുരുമുളക്, അതൊക്കെ, തൈര്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ മനസ്സിലായത്, അമ്മ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യെല്ലാം ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അമ്മ പറയുന്നത്. പിന്നെ അതിനകത്തേക്ക് കാഷ്യൂ നട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനകത്തേക്ക് ഇതാ മുന്തിരിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതായി കഴിഞ്ഞ ശേഷം ആ എണ്ണയിൽ തന്നെ അമ്മ ഉള്ളി ഇടുന്നുണ്ട്. ഉള്ളി ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്രിസ്പി ഫീൽ ആ ഒരു ടൈപ്പിലാവണം ഉള്ളി. അമ്മ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പങ്ങ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി, കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ആ എണ്ണയിൽ നല്ലപോലെ വഴറ്റിയിട്ട് ആ ഒരു ഗാർണിഷ് രൂപത്തിലേക്ക് ആയതിനു ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതാ കണ്ട, അടിപൊളിയായില്ലേ കളർ? ഇതുപോലെ ആവണം കേട്ടോ. ആ എണ്ണയിൽ തന്നെ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏലക്കയും കുരുമുളകും പിന്നെ പട്ട, ഗ്രാമ്പു, അതൊക്കെ ഇട്ട് പെരുംജീരകം അതൊക്കെ ഇട്ടിട്ട് അമ്മ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് അമ്മ ഇതാ നമ്മൾ കുതിർത്ത് വെച്ച അരി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും ബിരിയാണീൻ്റെ അതേ സ്മെല്ല് വന്നതാണ്. നല്ല വൃത്തി കളക്കുന്നുണ്ട് അമ്മ. എന്നിട്ട് അതിനകത്തേക്ക് ഇതാ ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. അമ്മേനോട് ഞാൻ ഈ വോയിസ് പറയാൻ പറഞ്ഞിട്ട് അമ്മ പറയുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര മടി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനാവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അതാ ആ ഇലേൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അമ്മ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് വെന്ത് കിട്ടുന്ന സമയത്ത് അമ്മ ഇപ്പുറത്തൊരു പാൻ വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ചിക്കൻ പൊരിക്കാനാണ് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയെല്ലാം ഇട്ട് ചിക്കൻ ഇടുന്നുണ്ട് കേട്ടോ. ചിക്കന് നല്ല കളറുണ്ടല്ലേ, അടിപൊളി കളറുണ്ട്. അപ്പോൾ അമ്മ ഒരു ട്രിപ്പ് അമ്മ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് അമ്മ ഇപ്പുറത്ത് ചോറ്, നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഇത് ആയോ എന്ന് സെറ്റായോ എന്ന് നോക്കുന്നുണ്ട്. ഏകദേശം ആവാനായിട്ടുണ്ട്. അടച്ചു വെച്ചു അമ്മ. ഇതാ അടുത്ത ഇതാകുമ്പോഴത്തേക്ക് ഇതാ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പാകത്തിനായിട്ടുണ്ട്. അമ്മ അതിൻ്റെ ഓഫാക്കി. എന്നിട്ട് ഇതാ ചിക്കൻ പൊരിച്ച് വെച്ചത് ഒരു ലൈറ്റായിട്ട് വെന്ത് കിട്ടിയാൽ മതി. കാരണം നമ്മൾ ദമ്മിടുന്ന സമയത്തും ചിക്കൻ മസാല ആക്കുന്ന സമയത്ത് നല്ലവണ്ണം വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു കളറിൽ വെന്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഈ ഇഞ്ചി പച്ചമുളക് പേസ്റ്റിൻ്റെ സ്മെൽ അടിപൊളിയല്ലേ നമ്മൾ വഴറ്റുന്ന സമയത്ത്. അതിനകത്തേക്ക് നമ്മളെ ആ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചെറുങ്ങനെ സ്ലൈസായിട്ട് അമ്മ അരിഞ്ഞതാണ് കേട്ടോ, മുറിച്ചതെന്ന് നിങ്ങൾ പറയുന്നറിയില്ല. അതിട്ട് കൊടുത്തിട്ട് അതാ അടിപൊളിയിലങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് അമ്മ. എന്നിട്ട് അതിനാവശ്യമായി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഉപ്പ് ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത്. അതെന്നിട്ട് അടച്ചു വെച്ചു. കുറച്ച് സമയം അടച്ചു വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ഉള്ളിയെല്ലാം നല്ല ആ ഒരു പച്ചമണെല്ലാം കുത്തുന്ന മണെല്ലാം പോയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതിനകത്തേക്ക് അമ്മ തക്കാളി മുറിച്ചിട്ടത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൊലി കളഞ്ഞ തക്കാളിയാണ് കേട്ടോ, തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. ആ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല അമ്മ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്തുതരാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടി കുറച്ചിട്ട്, പിന്നെ ഇതാ നമ്മളെ മല്ലിയിലയും കുറച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഗരം മസാല പൊടിച്ചത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതുകൊണ്ട് നല്ല സ്മെല്ലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ അമ്മ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു പകുതിയല്ല, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പൊരിച്ച സമയത്ത്. അതും കൂടി ആയി. പിന്നെ ഈ മസാലേൻ്റെ കൂടിയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാകുമ്പോൾ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
നല്ലപോലെ ഇളക്കി. ആ ഉള്ളിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അമ്മ എന്നിട്ട് ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ച് നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ല അടിപൊളി ഫ്ലേവർ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അധികം സോസൊന്നും വേറെ അനാവശ്യത്തിനായിട്ട് ആഡ് ചെയ്യുന്നില്ല. അതാ സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മളെ നെയ്ച്ചോറായിട്ടുണ്ട് കേട്ടോ. അതായത് ബിരിയാണി റൈസ് ആയിട്ടുണ്ട്. അത് ദമ്മിടാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നമ്മൾ അരിയിട്ട് അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കുറച്ച് മല്ലിയില ഇട്ടു. നമ്മൾ ഈ ചിക്കൻ മസാല അതിൻ്റെ ആ ഒരു ലെയറിൽ നമ്മളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്ര ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്ത് ഇതാ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഗരം മസാല പൊടിയും കൂടി അമ്മ ഇങ്ങനെ വിതറുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും പോലും. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് അറിയുന്നതാണ്. ഇനി ഞാനും കൂടി വെച്ച് നോക്കും എന്തായാലും ഒരിക്കൽ ബിരിയാണി. അപ്പോൾ നെയ്യിട്ട് ഇതാ നമ്മൾ ഗാർണിഷിങ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ഇതൊക്കെ ഇട്ടിട്ട് അടിപൊളിയായി ഗൈസ്. എന്നിട്ട് ഇതാ കുറച്ച് സമയം അമ്മ അടുപ്പത്ത് വെച്ച് നന്നപോലെ അടച്ച് വെച്ച് നമ്മൾ കുത്തുന്നില്ലേ ഇഞ്ചി പച്ചമുളക് പേസ്റ്റൊക്കെ കുത്തുന്ന ആ സംഭവം ഇട്ട് അടച്ചു വെച്ചു. എന്നിട്ട് ഇത് അമ്മ എനിക്ക് വിളമ്പിത്തിരുന്നതാണ് കേട്ടോ. അമ്മ അറിയാണ്ട് എടുത്തിയാന്ന്. എന്നെ കാണിക്കറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാണിച്ചേ തീരുവല്ലെന്നായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.